ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. മോട്ടോ G05 ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ ഒരു 7000 രൂപയുടെ ഫോണാണ്. 4GB 64GB ഒറ്റ വേരിയൻ്റായിട്ട് മാത്രമേ ഈ ഒരു ഫോൺ വരുന്നുള്ളൂ. ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്? ഒരു 7000 രൂപയുടെ ഫോണാണ്. അപ്പോൾ 7000 രൂപ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രീവിയസ് മോഡലായിട്ടുള്ള G04 എന്ന് പറയുന്ന മോഡൽ ആ ഒരു പ്രൈസ് പോയിൻറ്റിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മോഡലായിരുന്നു. അപ്പം അതിൻ്റെ പുതിയ മോഡലാണ് G05 എന്നുള്ളത്. ഇതിൻ്റെ ഡിസൈൻ, ഇതിന് മുമ്പേ നമ്മൾ ഓൾറെഡി മോട്ടോ ഫോൺസിലൊക്കെ കണ്ട ആ ഒരു വീഗ ലെതർ ഫിനിഷും G35 ഒക്കെ ഇല്ല 10K റേഞ്ചിൽ, ആ ഒരു മോഡലിൻ്റെ സെയിം ഡിസൈനാണ്, ഒരു മാറ്റവും ഇല്ല. സെയിം ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. സോ ഡിസൈൻ വൈസ് ഒരു 10K റേഞ്ചിലെ ഫോൺ എങ്ങനെ ആയിരിക്കോ ആ ഒരു സെയിം ടിപ്പിക്കൽ ഡിസൈനാണ് ഈ ഒരു ഫോൺ ഫോളോ ചെയ്തിട്ടുള്ളത്. 178 ഗ്രാം വെയ്റ്റും 8.1 mm തിക്നെസ്സും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ്. IP52 IP റേറ്റിംഗ് ഒക്കെ തന്നെ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. പിന്നീട് 2 കളേഴ്സിലായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഒരു റെഡ് വരുന്നുണ്ട്, ഒരു ഗ്രീൻ കളർ കൂടെ വരുന്നുണ്ട്. രണ്ടും അത്യാവശ്യം നൈസായിട്ടുള്ള കളേഴ്സാണ്. ഇതിന് മുമ്പേ നമ്മൾ മോട്ടോ ഫോൺസ് കണ്ട സെയിം എക്സാക്റ്റ് സംഭവം തന്നെയാണ്. ബട്ട് കഴിഞ്ഞ G04 കമ്പയർ സമയത്ത് ഡിസൈൻ ചേഞ്ച് ചെറുതായിട്ടുണ്ട് എന്നേ ഉള്ളൂ. G35 എങ്ങനെയായിരിക്കും ആ ഒരു സെയിം ടിപ്പിക്കൽ ഡിസൈൻ തന്നെ G05നും കൊടുത്തിട്ടുണ്ട്. കാണാനൊക്കെ രസമൊക്കെ ഉണ്ട്, അങ്ങനെ മോശം പറയാനൊന്നുമില്ല. ഈ ഒരു റേഞ്ച് ഫോണിൽ നോക്കുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് ഫോൺ, ഇറ്റ്സ് എ ഗുഡ് ഡിസൈൻ ഈ ഒരു ഫോൺ ഫോളോ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് 6.67 ഇഞ്ച് വരുന്ന HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. 1000 nits ആണ് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. സെൻട്രൽ അലൈൻ ആയിട്ട് പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറ ഈ ഒരു ഫോണിന് വരുന്നത്. അത് മോട്ടോറോള ഫോണിൽ മാത്രമേ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിലടക്കം പഞ്ച് ഹോൾ ക്യാമറ മൊഡ്യൂൾ തരുന്നുള്ളൂ. ബാക്കിയുള്ളവന്മാരെ 10K റേഞ്ചിലടക്കം നോച്ച് ഡിസൈനാണ് ഇപ്പോഴും കൊടുക്കുന്നത്. സോ മോട്ടോറോള അത് കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് അവർ പഞ്ച് ഹോൾ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ആ കാര്യം ബെസ്റ്റാണ്. ബാക്കിൽ നിന്നാണെങ്കിലും ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്തും ഒരു ലേറ്റസ്റ്റ് ഫോണിൻ്റെ ഡിസൈൻ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിസൈനും നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ വൈസും ഈ ഒരു റേഞ്ചിൽ നമ്മൾ കണ്ടുവന്ന ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ്. അങ്ങനെ വലിയ ഗംഭീരം എന്ന് പറയാനൊന്നുമില്ല. എന്നാലും ഈ സെറ്റപ്പ് മാത്രമേ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുള്ളൂ. ആ കാര്യം കൂടെ നോക്കാം. ദെൻ ഇതിൻ്റെ ക്യാമറയാണ് 50 MB പ്രൈമറി ക്യാമറ വരുന്നത്. സെക്കൻഡറി ക്യാമറ ഉണ്ട്, ബട്ട് അതെന്താണെന്നുള്ള മെൻഷൻ ചെയ്യുന്നില്ല. പിന്നീട് സെൽഫി ക്യാമറ ആണെങ്കിൽ 8 MB സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിലും റിയറിലാണെങ്കിലും 1080p 30 എപ്പിസോഡിലെ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ ഒരു റേഞ്ചിൽ. പിന്നെ 4K ഒന്നും എക്സ്പെക്റ്റ് ചെയ്യത്തില്ല ആരും. അതിന് വേണമെങ്കിൽ 10K റേഞ്ചിലെ മോട്ടോ G35 ഉണ്ട്. അതിൽ 4K ഒക്കെ തന്നെ റിയർ ക്യാമറയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് 1080p മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഒരു ഒരു ബേസിക് ക്യാമറ എന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റിയൊരു ക്യാമറയാണ്. ഈ റേഞ്ചിലെ ബാക്കിയുള്ള ഫോണൊക്കെ പോലെ തന്നെ ആ ഒരു ഡീസൻറ്റ് ക്യാമറ ക്വാളിറ്റി എന്തായാലും ഇതൊന്ന് കിട്ടുന്നതായിരിക്കും. കാരണം ഇത് വെച്ചുകൊണ്ട് ആരും ഇത് ക്യാമറ ഫോണാണോ അല്ലെങ്കിൽ ഗെയിമിംഗ് ഫോണാണോ എന്നൊന്നും ആരും വന്ന് കമൻ്റ് ഇട്ട് ചോദിക്കല്ല. ഇതിൽ ഗെയിം കളിക്കാനൊക്കെ പറ്റും, അത് ഞാൻ പറയാം. അതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് പറയാനുള്ളത്. ഇതിൽ വരുന്നത് MediaTekൻ്റെ Helio G81 Extreme എന്ന ചിപ്സെറ്റാണ്. ഈ ഒരു ബഡ്ജറ്റ് ലെവലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്താ വേണ്ടത്? മെയിനായിട്ട് അത്യാവശ്യം ലാഗും ഹാങ്ങും ഒന്നും ഇല്ലാത്ത ഫോൺ, അത്യാവശ്യം സ്മൂത്തായിട്ട് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അതിന് പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ല പെർഫോമൻസുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഈ പറയുന്ന G81 Extreme എന്ന ചിപ്സെറ്റ്. സോ അങ്ങനെ മാത്രം നോക്കിയാൽ മതി. എല്ലാ ഇതിൽ വെച്ച് ഗെയിം കളിക്കാൻ വേണ്ടി പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടി പറ്റും. ഞാനൊക്കെ ആണെങ്കിൽ എൻ്റെ ആദ്യത്തെ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ റെഡ്മിയുടെ 6A എന്ന മോഡലായിരുന്നു. 6000 രൂപയുടെ മോഡലായിരുന്നു. ഞാൻ അത് വെച്ചിട്ട് ആ ടൈമിൽ PUBG അടക്കം, അന്ന് PUBG ലൈറ്റൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പിന്നീടാണ് ഇറങ്ങിയത്. ആദ്യം PUBG ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ നമ്മുടെ കയ്യിലുള്ള ഫോൺ അതാണ് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സ്റ്റക്ക് ഉണ്ടായാൽ നമുക്ക് ഇഷ്യൂസ് ഒന്നുമില്ല, നമ്മളത് വെച്ച് കളിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഫോൺ എന്തായാലും ബെറ്റർ പെർഫോമൻസാണ് ഇപ്പോഴത്തെ ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകും. കാരണം ഒരു 5 വർഷം മുമ്പേ ഉള്ളൊരു 5-6 വർഷം മുമ്പേ ഉള്ള മോഡലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ കളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഫോണിൽ ഇപ്പോഴും ഗെയിം അത്യാവശ്യം കളിക്കാനൊക്കെ പറ്റും. ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവില്ല. പിന്നെ സ്മൂത്തായിട്ടൊന്നും ഈ ബഡ്ജറ്റ് റേഞ്ചിലൊന്നും ആരും കളിക്കാൻ വേണ്ടി പറ്റില്ല. ഗെയിമൊക്കെ തന്നെ കളിക്കാനൊക്കെ പറ്റും, നോ ഇഷ്യൂസ്. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള Android 15 ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബാക്കി എല്ലാവരും ഇപ്പോഴും Android 14 ആണ് ഈ ഒരു ബഡ്ജറ്റ് ലെവലിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ബട്ട് ഇവിടെ Android 15 കൊടുത്തിട്ടുണ്ട്. Hello UI ആയിട്ടാണ് വരുന്നത്. അപ്ഡേറ്റ് ആണെങ്കിൽ 2 വർഷത്തേക്കുള്ള അപ്ഡേറ്റ് ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ബാറ്ററി ആണെങ്കിൽ 5200 mAh ബാറ്ററിയും 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ബോക്സിനകത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്? നല്ല ഫോൺ, അങ്ങനെ മാത്രമേ പറയാനുള്ളൂ. കാരണം ഡിസൈൻ വൈസ് നല്ല രസമൊക്കെ ഉണ്ട്,
കുഴപ്പമൊന്നും പറയാനില്ല. ഡിസ്പ്ലേ വൈസും കുഴപ്പമൊന്നും പറയാനില്ല. ക്യാമറ വൈസും കുഴപ്പമൊന്നും പറയില്ല. ക്യാമറയിൽ വേണമെങ്കിൽ ഇവർക്കാണെങ്കിൽ ആ ഡെപ്ത് സെൻസറും മാക്രോ ക്യാമറ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെ നല്ല നീറ്റായിട്ട് ക്യാമറ ഒക്കെ തന്നെ ഒതുക്കിയിട്ടുണ്ട്. സെക്കൻഡറി ക്യാമറ അതിന് ഡമ്മിയാണോ എന്നൊന്നും പറയുന്നില്ല. സെക്കൻഡറി ക്യാമറ ഉണ്ട് എന്നാണ് ചില സ്ഥലത്ത് ഞാൻ വായിച്ചത്. പിന്നീട് നല്ല പെർഫോമൻസ് വരുന്നുണ്ട്, നല്ല ബാറ്ററിയും വരുന്നുണ്ട്. നല്ലൊരു ഫോൺ 7000 രൂപയ്ക്ക് കണ്ണും പൂട്ടിയെടുത്തോ അങ്ങനെ ഒരു മോഡലാണ്. കുഴപ്പമൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡറി ഫോണോ അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനോ അമ്മക്കോ ആർക്കെങ്കിലുമൊക്കെ ഫോണൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ G05 കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് ആയുള്ള ഓപ്ഷനാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫോൺ അബിൻ സൈനിങ് ഓഫ്. ബൈ.